പഞ്ചവത്സര പദ്ധതികൾ. പഞ്ചവത്സര പദ്ധതികൾക്ക് ഇന്ത്യ മാതൃകയാക്കിയിരുന്ന രാജ്യം മുൻ സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യ. ലോകത്തിലാദ്യമായി പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ ഭരണാധികാരി ജോസഫ് സ്റ്റാലിൻ 1928. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. 1, 2, 3 പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്താണ്. പഞ്ചവത്സര പദ്ധതികൾ തയ്യാറാക്കുന്നത് ആസൂത്രണ കമ്മീഷൻ. ഒന്നാം പഞ്ചവത്സര പദ്ധതി. കാലാവധി 1951 മുതൽ 56 വരെ. ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച തീയതി 1951 ഏപ്രിൽ 1. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന മലയാളി ഡോക്ടർ KN രാജ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ വ്യക്തി ഡോക്ടർ KN രാജ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖലകൾ കൃഷി, ജലസേചനം. കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മിക്കപ്പെട്ട ജലസേചന പദ്ധതികൾ: ബക്രാനങ്കൽ, ഹിരാക്കുഡ്, ദാമോദർ വാലി. സാമൂഹിക വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ ആരംഭിച്ചവ: ദേശീയ വികസന സമിതി 1952, നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ്, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം 1952 ഒക്ടോബർ 2, കുടുംബാസൂത്രണ പദ്ധതി 1952, UGC 1953 ഡിസംബർ 28. ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 2.1%. ഒന്നാം പഞ്ചവത്സര പദ്ധതി കൈവരിച്ച വളർച്ചാ നിരക്ക് 3.6%. രണ്ടാം പഞ്ചവത്സര പദ്ധതി. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലാവധി 1956 മുതൽ 1961 വരെ. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം വ്യാവസായിക പുരോഗതി. സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യമുണ്ടായിരുന്ന പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്നു. ഇന്ത്യയിൽ മിശ്ര സമ്പദ് വ്യവസ്ഥ ആരംഭിച്ചത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ ആരംഭിച്ച ബക്രാനങ്കൽ, ഹീരാക്കുഡ് പദ്ധതികൾ പൂർത്തീകരിച്ച രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ച ഇരുമ്പുരുക്കശാലകളാണ് ദുർഗാപൂർ, ഭിലായ്, റൂർക്കേല. രണ്ടാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 4.5%. രണ്ടാം പഞ്ചവത്സര പദ്ധതി കൈവരിച്ച വളർച്ചാ നിരക്ക് 4.27%. മൂന്നാം പഞ്ചവത്സര പദ്ധതി. കാലയളവ് 1961 മുതൽ 1966 വരെ. ലക്ഷ്യം ഭക്ഷ്യ സ്വയം പര്യാപ്തത. 3 പ്രധാനമന്ത്രിമാരുടെ കീഴിൽ നടപ്പിലാക്കിയ പദ്ധതി. 1965 നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് രൂപീകൃതമായത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇന്ത്യ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 1962 ഇന്ത്യ ചൈന യുദ്ധവും 1965 ഇന്ത്യ പാക് യുദ്ധവും മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയത്തിന് കാരണമായി. ഇന്ത്യയിൽ ആദ്യമായി വാർഷിക പദ്ധതികൾ ആവിഷ്കരിച്ചത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ അനുബന്ധമായിട്ടാണ്. മൂന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 5.6%. കൈവരിച്ച വളർച്ചാ നിരക്ക് 2.84%. നാലാം പഞ്ചവത്സര പദ്ധതി. കാലാവധി 1969 മുതൽ 1974 വരെ. നാലാം പഞ്ചവത്സര പദ്ധതി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. നാലാം പഞ്ചവത്സര പദ്ധതി പ്രധാനമായും ലക്ഷ്യമിട്ടത് മാനുഷിക വിഭവങ്ങളുടെ വികസനവും മൂല്യസ്ഥിരതയും. ഇന്ത്യയുടെ ആദ്യ അണുപരീക്ഷണം നടന്നത് നാലാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 1974 മെയ് 18. 1969 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചത് നാലാം പദ്ധതി കാലയളവിലാണ്. കാർഷിക മേഖലയിൽ 5.6%, വ്യാവസായിക മേഖലയിൽ 9% വളർച്ചാ നിരക്ക് ലക്ഷ്യമിട്ട പദ്ധതി. ക്ഷീരോത്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി 1970 ഓപ്പറേഷൻ ഫ്ലഡ് ആരംഭിച്ച പദ്ധതി. 1971 ഇന്ത്യ പാക് യുദ്ധവും ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹവും മൂലം നാലാം പഞ്ചവത്സര പദ്ധതി പരാജയപ്പെട്ടു. അഞ്ചാം പഞ്ചവത്സര പദ്ധതി. കാലാവധി 1974 മുതൽ 1979 വരെ. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പ്രാധാന്യം നൽകിയ പദ്ധതി. അഞ്ചാം പഞ്ചവത്സര പദ്ധതി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഗരീബി ഹഠാവോ എന്ന് ഇന്ദിരാഗാന്ധി ആഹ്വാനം ചെയ്തത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ICDS നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി.
ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി 20-ദിന പരിപാടി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി 1975-ൽ. 1975-ലെ വൈദ്യുത വിതരണ നിയമം നടപ്പിലാക്കിയ പദ്ധതി. ഇന്ത്യയിൽ ദേശീയപാത സംവിധാനം അവതരിപ്പിച്ച പഞ്ചവത്സര പദ്ധതി. കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് പിൻവലിക്കപ്പെട്ട ഏക പഞ്ചവത്സര പദ്ധതി. മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ ജനതാ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതോടെ 1978-ൽ 5-ാം പഞ്ചവത്സര പദ്ധതി അവസാനിപ്പിച്ചു. അടിയന്തരാവസ്ഥയും ഭരണമാറ്റവും 5-ാം പഞ്ചവത്സര പദ്ധതിയുടെ വളർച്ചയ്ക്ക് വിഘാതമായി. റോളിംഗ് പ്ലാൻ ആവിഷ്കരിച്ച പ്രധാനമന്ത്രി മൊറാർജി ദേശായി. നടപ്പിലാക്കിയ കാലയളവ് 1978 മുതൽ 80 വരെ. സാമൂഹിക നീതിയോടൊപ്പം വളർച്ച എന്നതിനു പകരം സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള വളർച്ച എന്നതാണ് റോളിംഗ് പ്ലാൻ ലക്ഷ്യമിട്ടിരുന്നത്. റോളിംഗ് പ്ലാൻ നടപ്പിലാക്കാൻ മൊറാർജി ദേശായിയെ സ്വാധീനിച്ച ഗ്രന്ഥമാണ് ഏഷ്യൻ ഡ്രാമ. രചിച്ചത് ഗുന്നാർ മിർഡാൽ. റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ഗുന്നാർ മിർഡാൽ. 6-ാം പഞ്ചവത്സര പദ്ധതി. 6-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലാവധി 1980 മുതൽ 1985 വരെ. ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനം. 1980-ൽ 2-ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത് 6-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിലാണ്. സാമ്പത്തിക ഉദാരവൽക്കരണത്തിന് തുടക്കം കുറിച്ച പദ്ധതി. 6-ാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ നടപ്പിലാക്കപ്പെട്ട വികസന പദ്ധതികളാണ് IRDP, NREP, DWCRA. 7-ാം പഞ്ചവത്സര പദ്ധതി. 7-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലാവധി 1985 മുതൽ 1990 വരെ. 7-ാം പഞ്ചവത്സര പദ്ധതി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. 7-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ: തൊഴിലില്ലായ്മ നിർമ്മാർജ്ജനം, ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുക, ആധുനികവൽക്കരണം, സാമൂഹിക നീതി. ഇന്ത്യൻ വാർത്താവിനിമയ രംഗത്ത് പുരോഗതി കൈവരിച്ചത് 7-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇന്ത്യ വാർത്താവിനിമയ രംഗത്ത് പുരോഗതി കൈവരിച്ചത് 7-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. വാർത്താവിനിമയ രംഗത്ത് പുരോഗതി കൈവരിക്കാൻ നേതൃത്വം നൽകിയത് സാം പിത്രോഡ. രാഷ്ട്രീയ അനിശ്ചിതത്വം കാരണം 8-ാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കാൻ വൈകിയതിനാൽ 2-ാം പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച കാലയളവ് 1990 മുതൽ 1992 വരെ. 8-ാം പഞ്ചവത്സര പദ്ധതി കാലയളവ് 1992 മുതൽ 97 വരെ. നടപ്പിലാക്കിയ പ്രധാനമന്ത്രി നരസിംഹ റാവു. പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ: മാനവ വിഭവശേഷി വികസനം, നിരക്ഷരതാ നിർമ്മാർജ്ജനം, വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം. ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക പരിഷ്കരണം നടപ്പിലാക്കിയത് 8-ാം പഞ്ചവത്സര പദ്ധതി കാലയളവിലായിരുന്നു. ഉദാരവൽക്കരണം, കാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവ ഇന്ത്യയിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി. ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായ സമയത്ത് പഞ്ചവത്സര പദ്ധതി 8-ാം പഞ്ചവത്സര പദ്ധതിയാണ്. 1995-ലാണ് അംഗമായത്. പഞ്ചായത്തി രാജ് സംവിധാനവും നഗരപാലികാ നിയമവും നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി. 1992-ൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുംബൈയിൽ സ്ഥാപിതമായത് 8-ാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്. 9-ാം പഞ്ചവത്സര പദ്ധതി കാലയളവ് 1997 മുതൽ 2002 വരെ. സ്വാതന്ത്ര്യത്തിൻ്റെ 50-ാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതി. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പദ്ധതി. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നു. കേരളത്തിൽ ജനകീയ ആസൂത്രണം നടപ്പിലാക്കിയ പദ്ധതി. 7 അടിസ്ഥാന സംവിധാനങ്ങൾക്ക് രൂപം നൽകിയ പദ്ധതി. കോമൺ മിനിമം പ്രോഗ്രാം ലക്ഷ്യമിട്ട പദ്ധതി. 9-ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ച പ്രധാന പദ്ധതികൾ: സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന SGRY, പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന PMGSY. 1999-ലെ കാർഗിൽ യുദ്ധം, 2-ാം ആണവ പരീക്ഷണം എന്നിവ 9-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 10-ാം പഞ്ചവത്സര പദ്ധതി കാലയളവ് 2002 മുതൽ 2007 വരെ. ഏറ്റവും കൂടുതൽ ആഭ്യന്തര ഉൽപ്പാദന വളർച്ചയുണ്ടായത് 10-ാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്. കേരള വികസന പദ്ധതി ആരംഭിച്ചത് 10-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 2007-ൽ എൻ്റെ മരം പദ്ധതി നടപ്പിലാക്കിയത് 10-ാം പദ്ധതി കാലത്താണ്. 10-ാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളാണ്: ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ NRHM 2005, ദേശീയ തൊഴിലുറപ്പ് പദ്ധതി 2005, സർവശിക്ഷ അഭിയാൻ SSC. 11-ാം പഞ്ചവത്സര പദ്ധതി. 11-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 2007 മുതൽ 2012 വരെ. 11-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ്: എല്ലാ ഗ്രാമങ്ങളിലും ടെലിഫോൺ എത്തിക്കുക, 70 ദശലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ശിശുമരണ നിരക്ക് കുറയ്ക്കുക.
എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളർച്ച ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതിയാണിത്. 2016-17 വർഷത്തിൽ സ്ത്രീ പുരുഷ അനുപാതം 950:1000 ആയി ഉയർത്തുക എന്ന ആശയം ലക്ഷ്യം വച്ച പദ്ധതി. ഏറ്റവും കൂടുതൽ സാമ്പത്തിക വളർച്ചാ നിരക്ക് കൈവരിച്ച പദ്ധതി. ഭക്ഷ്യസുരക്ഷ മുഖ്യ ലക്ഷ്യമായ പഞ്ചവത്സര പദ്ധതി. ആധാർ കാർഡ് സംവിധാനം ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി. പാരിസ്ഥിതിക പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിയ പദ്ധതി. വിദ്യാഭ്യാസ പദ്ധതി എന്ന് 11ാം പഞ്ചവത്സര പദ്ധതിയെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് മൻമോഹൻ സിംഗ്. 11ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 9%, എന്ന കൈവരിച്ച വളർച്ചാ നിരക്ക് 8%. 12ാം പഞ്ചവത്സര പദ്ധതി കാലയളവ് 2012 മുതൽ 2017 വരെ. നീതി ആയോഗ് നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതിയാണിത്. ഭക്ഷ്യസുരക്ഷാ നിയമം, മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി എന്നിവ നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ്: സ്ഥിര വികസനം, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, ത്വരിതഗതിയിലുള്ള വളർച്ച, ഫാസ്റ്റർ ഗ്രോത്ത്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച, ഇൻക്ലൂസീവ് ഗ്രോത്ത്. ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 8.2%, എന്നാൽ കൈവരിച്ച വളർച്ചാ നിരക്ക് 8%.